സുഹൃത്തെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല, മറിച്ച് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഇടുങ്ങിയ ഒരു ഇരുമ്പ് പാതയായ റെയിൽവേ ലൈനുകളെ കുറിച്ചാണ്. ചില സ്ഥലങ്ങളിൽ ട്രെയിൻ ഓടുന്നത് അത്രയധികം ജനക്കൂട്ടത്തിന് ഇടയിലൂടെയാണ്. ആളുകൾ ഓട്ടോറിക്ഷയിൽ കയറുന്നത് പോലെ ട്രെയിനിന്റെ മുകളിൽ വരെ കയറിയിരിക്കും. ചില സ്ഥലങ്ങളിൽ ട്രെയിനുകൾ ഉപ്പുകടലുകൾ മറികടക്കാൻ വേണ്ടി വരുന്നു. മറ്റു ചിലയിടങ്ങളിൽ ട്രെയിനിന്റെ താഴെ വെറും മേഘങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് നല്ല കരുതലുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വീഡിയോ തുടങ്ങാം. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ട്രെയിൻ യാത്രകൾ. സാങ്കേതിക വിദ്യ കൊണ്ടല്ല, മറിച്ച് മനുഷ്യരുടെ വൻ ജനക്കൂട്ടം കൊണ്ട് അപകടം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. ബംഗ്ലാദേശിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ജനുവരിയിലോ ഫെബ്രുവരിയിലോ ധാക്കയ്ക്ക് സമീപമുള്ള ടോങ്കയിൽ ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു കാഴ്ച അരങ്ങേറാറുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക കൂട്ടായ്മയായ വിശ്വ ഇജത്തേമ ഇവിടെ ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകൾ ഒത്തുകൂടുന്നു. ഇവരെ ധാക്കയിൽ നിന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്നും എത്തിക്കുക എന്നത് ബംഗ്ലാദേശ് റെയിൽവേയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷാഘട്ടമാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, സാധാരണ ദിവസങ്ങളിൽ പോലും ധാക്കയിലെ ലോക്കൽ ട്രെയിനുകളിൽ ആളുകൾ വാതിലുകൾക്ക് പുറത്ത് തൂങ്ങിക്കിടക്കുന്നകത്ത വണ്ണം അത്രയധികം തിരക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇജത്തൈമയുടെ സമയത്ത് ഈ തിരക്കിന്റെ നിർവചനം തന്നെ മാറി മറിയും. ട്രെയിനിന്റെ മേൽക്കൂരിയിൽ ആയിരക്കണക്കിന് ആളുകൾ, വാതിലുകളിലും ജനലുകളിലും, എന്തിനേറെ എഞ്ചിന്റെ മുകളിൽ വരെ മനുഷ്യർ മാത്രമായിരിക്കും. ഇത് സിനിമാ കഥയല്ല, തികച്ചും യഥാർത്ഥമായ ദൃശ്യമാണ്. ഒരു സാധാരണ കോച്ചിൽ 150 മുതൽ 200 വരെ ആളുകൾക്കാണ് ഇരിക്കാനുള്ള ശേഷിയുള്ളത്. എന്നാൽ ഇജത്തേമ സ്പെഷ്യൽ ട്രെയിനിൽ 1500 മുതൽ 2000 വരെ ആളുകളെയാണ് കുത്തിനിറയ്ക്കുന്നത്. കോച്ചിനുള്ളിൽ ശ്വാസമെടുക്കുന്നത് പോലും ഒരു വലിയ നേട്ടമായി തോന്നുന്നത്രയും കഠിനമായ ചൂടുമുണ്ട്. പുറത്താണെങ്കിൽ പ്ലാറ്റ്ഫോം ഇല്ല, പകരം നടപ്പാതയിലും റോഡുകളിലും എല്ലാം മനുഷ്യർ മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ദൃശ്യം ഭാവനയിൽ കണ്ടു നോക്കൂ. ബംഗ്ലാദേശിലെ ജനക്കൂട്ടം നമ്മെ ഭയപ്പെടുത്തി. ഇനി നമുക്ക് വിയറ്റ്നാമിലേക്ക് പോകാം. അവിടെ നഗരവും റെയിൽവേ ട്രാക്കും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇല്ലാതെയാക്കുന്നു. വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹനോയ് തിരക്കേറിയതും ചടുലവുമായ കോഫിക്കും നൂഡിൽസ് സൂപ്പിനും പേരുകേട്ട ഒരു നഗരമാണ്. എന്നാൽ ഇതിന്റെ പഴയൊരു പ്രദേശമായ ഓൾഡ് കാർട്ടറിനുള്ളിൽ ഒരു തെരുവുണ്ട്. അതിനെ ആളുകൾ ട്രെയിൻ സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരു ട്രെയിൻ മ്യൂസിയം ഉള്ളത് കൊണ്ടല്ല ഇതിന് ഈ പേര് വന്നത്, മറിച്ച് ജനവാസമുള്ള ഈ ഇടുങ്ങിയ തെരുവിലൂടെ സജീവമായ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നു എന്നതിലാണ്. തെരുവ് അത്രയധികം ഇടുങ്ങിയതാണ്. ട്രെയിൻ വരുമ്പോൾ വീടിന്റെ ചുവരുകളും ട്രെയിനും തമ്മിലുള്ള അകലം വെറും 30 മുതൽ 40 സെന്റിമീറ്റർ മാത്രമായിരിക്കും. അതായത് നിങ്ങളുടെ കൈകൾ നീട്ടുന്നത്ര മാത്രം ദൂരം. ഈ തെരുവിൽ കോഫികളും റെസ്റ്റോറന്റുകളും ഉണ്ട്. ആളുകൾ പുറത്ത് കസാരയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും വിനോദസഞ്ചാരികളും ഇവിടെ എത്തി ചിത്രങ്ങൾ പകർത്താനും ഒരു കൗതുകം പോലെ ട്രെയിൻ വരുന്നത് കാത്തു നിൽക്കാനും തുടിച്ചുകൂടുന്നു. പകൽ സമയങ്ങളിൽ പലതവണ ട്രെയിൻ ഇതിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് ഒരു ഹോൺ മുഴക്കുന്നു. അടുത്തത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടയുടമകൾക്ക് തങ്ങളുടെ സാധനങ്ങൾ ഉള്ളിലേക്ക് മാറ്റേണ്ടി വരുന്നു. ആളുകൾക്ക് പിന്നിലേക്കും മാറേണ്ടി വരുന്നു. അത് മാത്രമല്ല, കസാരകൾ മടക്കി വെക്കേണ്ടിയും വരുന്നു. 2019 വിയറ്റ്നാം അധികൃതർ സുരക്ഷാ കാരണങ്ങളാൽ ഇത് അടച്ചുപൂട്ടാൻ ശ്രമിച്ചിരുന്നു. കാരണം ആളുകൾ സെൽഫി എടുക്കാൻ ട്രാക്കിൽ കയറി നിൽക്കുമായിരുന്നു. എന്നാൽ ഈ സ്ഥലം അത്രയധികം പ്രശസ്തമായതിനാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത് ഭാഗികമായി വീണ്ടും തുറക്കേണ്ടി വന്നു. സൈബേരിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് മഞ്ഞു നിറഞ്ഞ വിജനമായ പ്രദേശമാണ്. ദൂരെയെങ്ങും പരന്നു കിടക്കുന്ന നിശബ്ദതയും ആത്മാവിനെ പോലും ഉല്ലയിക്കുന്ന ശാന്തതയുമാണ്. എന്നാൽ റഷ്യയിലെ അൽത്തായ മേഖലയിൽ ലേക്ക് ബെർലിൻസ്കോയ എന്നൊരു സ്ഥലമുണ്ട്. ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകമായി തോന്നും. ഇതൊരു ഉപ്പ് തടാകമാണ്. ഇതിലെ ബാക്ടീരിയകളുടെയും ആൽഗകളുടെയും സാന്നിധ്യം കാരണം വെള്ളത്തിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പിങ്ക്, ചുവപ്പ്, ഓറഞ്ച് നിറങ്ങൾ ചിത്രങ്ങൾ കണ്ടാൽ ഫോട്ടോഷോപ്പ് ചെയ്തതാണ് എന്ന് തോന്നും. എന്നാൽ ഇതൊരു യഥാർത്ഥ ചിത്രമാണ്. ഈ പിങ്ക് തടാകത്തിന്റെ നടുവിലൂടെ ഒരു ഇടുങ്ങിയ റെയിൽവേ ലൈൻ കിടന്നു പോകുന്നു. ഉപ്പ് ഖനനം ചെയ്യുന്നതിനായി നിർമ്മിച്ച ഒരു വ്യാവസായിക റെയിൽവേ ലൈനാണിത്. ട്രെയിനുകൾ ഈ തടാകത്തിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. അതും കനത്ത ഉപ്പ് നിറച്ചുകൊണ്ട് വെള്ളത്തിന് നടുവിലൂടെയാണ് പോകുന്നത്. ഇത് എന്തുകൊണ്ട് അപകടകരമാണ്? കാരണം ഉപ്പുവെള്ളം ലോഹങ്ങളെ ദ്രവിപ്പിക്കുന്നു. റെയിൽവേ പാതകളിൽ ഉപ്പ് അടഞ്ഞുകൂടുന്നു. തുരുമ്പെടുക്കൽ അത്രയധികം കൂടുതലായതിനാൽ ട്രാക്കുകൾ അടിക്കടി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും. ഈ റെയിൽവേ ലൈൻ അത്രയധികം പഴക്കമുള്ളതാണ്. ഇതിനെ ഒരു മ്യൂസിയത്തിന്റെ പദവി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും ഇത് ഇന്നും പ്രവർത്തിക്കുന്നു. ട്രെയിനിന്റെ ചക്രങ്ങൾക്കോ ട്രാക്കുകൾക്കോ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അവിടെ പെട്ടെന്ന് സഹായം ലഭിക്കാനോ ഒരു വർക്ക്ഷോപ്പോ ഇല്ല. വിനോദസഞ്ചാരികൾക്ക് ഇത് മറ്റൊരു ഗ്രഹത്തിലെത്തിയ പോലെയുള്ള ഒരു അവിശ്വസനീയമായ അനുഭവമാണ്. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് പ്രകൃതിക്കും ഭൗതിക ശാസ്ത്രത്തിനും തുരുമ്പിനും എതിരെയുള്ള ദിനം പ്രതിയുള്ള ഒരു പരീക്ഷണമാണ്.
റഷ്യയിലെ പിങ്ക് തടാകം നമ്മെ അത്ഭുതപ്പെടുത്തി. ഇനി നമുക്ക് തെക്കേ അമേരിക്കയിലേക്ക് പോകാം. അവിടെ ട്രെയിനുകൾ യഥാർത്ഥത്തിൽ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചില്ലിയിലെ ഒരു നഗരമാണ് അന്റോഫാഗസ്റ്റ്. ഇവിടെ നിന്നാണ് FCAB റെയിൽവേ, അതായത് ഫെറോ കാരിൽ ഡി അന്റോഫാഗസ്റ്റ ആ ബൊളീവിയ ആരംഭിക്കുന്നത്. ചില്ലിയിലെ സമുദ്ര തുറമുഖങ്ങളെ ബൊളീവിയയിലെ ഖനന മേഘങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചരക്ക് ട്രെയിൻ പാതയാണ്. കേൾക്കുമ്പോൾ ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും ഇത് അങ്ങനെയല്ല. ഈ പാത കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റ്കാമയിലൂടെയാണ്. അതിനുശേഷം ഇത് സാവധാനം ആൻഡിസ് പർവ്വതങ്ങളിലേക്ക് കയറുകയും 4000 മീറ്ററിലധികം ഉയരം കൈവരിക്കുകയും ചെയ്യുന്നു. അതായത് ഏകദേശം മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ അത്രയും ഉയരം. ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായതിനാൽ മനുഷ്യർക്ക് തലകറക്കം, ഛർദി, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവിടുത്തെ ട്രെയിൻ ഡ്രൈവർമാർക്കും റെയിൽവേ ജീവനക്കാർക്കും ഇത് ദൈനംദിനം ജോലിയുടെ ഭാഗമാണ്. ട്രാക്കിന് താഴെ ഉറഞ്ഞുപോയ മഞ്ഞും അഗ്നിപർവ്വത മണ്ണുമാണ് ഉള്ളത്. പുറത്തെ താപനില -20 ഡിഗ്രി ആയിരിക്കും. അതിനു പുറമെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റും ഉണ്ടാവും. 1943 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയം ജാപ്പനീസ് സൈനികത്തിന് സൈനിക വിതരണം എളുപ്പമാക്കുന്നതിനായി തായ്ലൻഡിലെ ബർമയുമായി, അതായത് ഇന്നത്തെ മ്യാൻമാർ, ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈൻ ആവശ്യമായിരുന്നു. 415 കിലോമീറ്റർ നീളമുള്ള ഈ പാത നിർമ്മിക്കപ്പെട്ടത് വെറും 16 മാസങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് എന്ന് അറിയാമോ? ഏകദേശം 3 ലക്ഷത്തോളം യുദ്ധ തടവുകാരെയും ഏഷ്യൻ തൊഴിലാളികളെയും കൊണ്ട് നിർബന്ധിതമായി പണിയെടുപ്പിച്ചു. ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ അതിനു പുറമെ കടുത്ത പീഡനങ്ങളും അനുഭവിച്ചാണ് അവർ കഴിഞ്ഞത്. ഈ റെയിൽവേ നിർമ്മാണത്തിനിടയിൽ ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിന് ഡെത്ത് റെയിൽവേ എന്ന പേര് വന്നത്. ഇന്ന് ഇതിന്റെ ഒരു ഭാഗം സജീവമാണ്, പ്രത്യേകിച്ച് തായ്ലൻഡ് ഭാഗത്തിൽ. ഇവിടുത്തെ ഏറ്റവും അപകടം പിടിച്ച ഭാഗമാണ് വാംപോ വൈഡക്ട്. ഒരു കുത്തനെയുള്ള പാറയിടുക്കിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. താഴെ ഒഴുകുന്ന നദിക്ക് മുകളിലൂടെ ഒരു തടിയുടെ പാലമാണിത്. ട്രെയിൻ ഈ പാതയിലൂടെ കിടന്നു പോകുമ്പോൾ താഴെ 100 കണക്കിന് അടി ആഴമുള്ള അഗാധമായ ഗർത്തമായിരിക്കും. റെയിൽ പാതയുടെ ശബ്ദം കേട്ടാൽ പഴയ മരപ്പാലം ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന് തോന്നും. ഇത് വെറും ഒരു യാത്രയല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ഓരോ ട്രെയിനും ഈ പാത നിർമ്മിക്കുന്നതിനിടയിൽ സ്വയം ചരിത്രമായി മാറിയ ആ മനുഷ്യരുടെ കഥകൾ വിളിച്ചോതുന്നു. എൻ്റെ പൊന്നു സുഹൃത്തെ, വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? അത് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. കാരണം ഇമ്പോസിബിൾ പ്ലേസസ് പരമ്പരയിൽ ഇനിയും ഒരുപാട് കാണാത്ത സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. സോ അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം.